ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കും മാത്രമൊന്നുമല്ല അല്ലേ കേക്ക് മുറിക്കാം. ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വെൽക്കം കേക്ക് മുതൽ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, സിക്സ്ത് മന്ത് അങ്ങനെ എല്ലാ മന്ത്സിനും കേക്ക് മുറിക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ചില ആൾക്കാർ 1 മന്ത് 2 മന്ത് ഒന്നും ഇല്ലാതെ 6 മന്തിൽ അത് പിന്നെ ഷുവറായിട്ട് മിക്കവാറും പേര് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്ക് 6th മന്ത് ബേബിക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത് പകുതി ഫോണ്ടൻറ്റും പകുതി നോൺ എഡിബിൾ പ്രിൻറ്റും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്നും ഞാൻ എഡിറ്റ് ചെയ്യാൻ പോയപ്പോൾ ആ കുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. സെറ്റ് ചെയ്തപ്പോൾ ഷീറ്റ് ഇതേപോലെ സ്ക്വയർ ആയിപ്പോയി. പിന്നെ അത് A4ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പ്രിൻ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇത് 3/4 കിലോൻ്റെ ചോക്കോനട്ട് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു കേട്ടോ. 1/2 kg ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവർക്ക് വേറൊരു കേക്കും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് 1/2 kg മതി എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ചെറുതായി പോകുമെന്ന് വിചാരിച്ചിട്ട് 3/4 കിലോ ആക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ 2 ലെയറിൽ കേക്ക് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടാണ് കേട്ടോ. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ പിങ്ക് കളറിലാണ് കേക്ക് ഫിനിഷിംഗ് ഔട്ട് ചെയ്ത് എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ലാഡറാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് വെർട്ടിക്കലായിട്ടൊരു ലാഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലാഡർ കട്ട് ചെയ്യാൻ ആദ്യം കുറച്ച് വൈറ്റ് കളർ ഫോണ്ടൻ്റ് എടുത്ത് ഇതേപോലെ പരത്തെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്തവണ ലാഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ഹൈറ്റ് നമ്മൾ ആ കേക്കിൻ്റെ ഹൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സ്ട്രിപ്സ് വെച്ച് കൊടുക്കണം. ചവിട്ടി കയറുന്ന ആ പടികളുണ്ടല്ലോ അതും കൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ലാഡറൊക്കെ ചെയ്യുന്ന സമയത്ത് CNC കോൺഫ്ലവറും കൂടെ രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അത്ര സ്റ്റിഫായിട്ട് കിട്ടില്ല. ഇപ്പോൾ ഇതേ ഞാൻ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സുകൾ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് വെക്കുന്നവിടെ. ഇനി നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ച് ആ ഒരു സ്ട്രിപ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. നന്നായിട്ട് സ്റ്റിഫായില്ലെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏണി ഒടിഞ്ഞ് താഴെ വീഴും കേട്ടോ. അപ്പോൾ നമ്മുടെ ഏണി റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് കളറാണ് ഫോണ്ടൻറ്റ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഫ്ലവർ കട്ടർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടർ യൂസ് ചെയ്യാതെ നമ്മൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ടൊക്കെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതേപോലെ റോൾ ചെയ്ത് എടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ പിങ്ക് കളറിലും റെഡ് കളറിലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ എന്ത് പരീക്ഷണം ചെയ്യണമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് ഒരു കൂണ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ മുകളിൽ ഡോട്ട്സ് ഒക്കെ വരുന്ന കേട്ടോ റെഡിയാക്കി എടുക്കാൻ നോക്കിയത്. പക്ഷെ അത് ഡോട്ട്സ് ഒന്നും കിട്ടിയില്ല, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോർമൽ തന്നെ കുറച്ച് ക്രീം ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി അതിൻ്റെ താഴെ വയ്ക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ മുകൾ ഭാഗം കുറച്ച് തിക്കും താഴ്ഭാഗം കുറച്ച് തിന്നുമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു കേട്ടോ. കൂന് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല, എങ്കിൽ നമുക്ക് ഒപ്പിച്ചെടുക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റെഡ് കളറിലും പിങ്ക് കളറിലും കുറച്ച് ഹേർട്സൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ കേക്കിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് നമ്മൾ നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 2 നോൺ എഡിബിൾ പ്രിൻ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. താഴെയും അതുപോലെ മുകളിൽ ഒരു ടെഡി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ടെഡികളൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് പുറകിൽ ബാംബൂ സ്റ്റിക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. ഇനി നമുക്കിതിലേക്ക് ഹാഫ് ബർത്ത്ഡേയുടെ ഒരു ടോപ്പറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അവരൊരു റെഫറൻസ് പിക്ക് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹാഫ് വേ ടു 1 എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടോപ്പർ നമുക്ക് എവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഹാഫിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏണി ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നന്നായിട്ട് അങ്ങോട്ട് സ്റ്റിഫ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് കുഴഞ്ഞു വന്നു കേട്ടോ ഞാൻ വെച്ച് കൊടുക്കാൻ പോയപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് നമ്മൾ ആ ഒരു നമ്മൾ ബോർഡിൻ്റെ മുകളിൽ വയ്ക്കില്ലേ അതങ്ങ് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കും. ഇനി നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ ആ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം ഒരു സ്റ്റിക്കിലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലാണ് അത് അവിടെ പെർഫെക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ പേര് എഴുതി കൊടുക്കുന്നത് ബോർഡിനകത്താണ് കേട്ടോ. അപ്പോൾ ബോർഡിനകത്ത് പേര് എഴുതി വെക്കുന്നവിടെ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വെറ്റാക്കി കൊടുത്തു. എന്നാലാണ് അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി ഡിസ്പ്ലേസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരുന്നു കേട്ടോ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് ബർത്ത്ഡേ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ നമ്മൾ ഫോണ്ടനിൽ എഴുതി വെച്ചിട്ട് അവിടെ കുറച്ച് ഹേർട്സും അതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ 2 ടൈപ്പിലുള്ള ഷുഗർ ബോൾസ്, കുറച്ച് വലുതും കുറച്ച് ചെറിയ സൈസും ഷുഗർ ബോൾസും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മൾ ബോർഡിൽ ഫോണ്ടൻ ഡെക്കറേഷൻസ് വെക്കുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്നിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ പുറകിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഒന്ന് ഷുഗർ ബോൾസ് ഇതേപോലെ ഒന്ന് കുറച്ച് വിട്ടിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഓർഡേഴ്സ് വരുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ലെങ്ത് ഒന്നുമില്ലല്ലോ, ഒരു 5 മിനിറ്റിന് കുറവല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.